ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇത് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അഹലിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണ്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൌണ്ട് നവംബർ 22 സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 23 വരെ നീണ്ടു നിൽക്കുന്ന 1 മന്ത് ക്രിസ്മസ് മാർക്കറ്റാണ്. നല്ല അടിപൊളി വെറൈറ്റി ഓഫ് കളക്ഷൻസ്, ഡ്രസ്സസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇനി എന്താ പറയാ ആൽക്കഹോൾസ് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടു നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ആകെ എനിക്കൊരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാല് ലിക്വിഡ് ക്യാഷ് കയ്യിൽ വേണം. കാർഡ് ഒരുവിധപ്പെട്ട മിക്ക സ്ഥലത്ത് അക്സെപ്റ്റ് ചെയ്യില്ല ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ അകത്തുള്ള ഷോപ്പുകളിൽ. കാര്യം അവരൊരു ടെമ്പററി സെറ്റപ്പിൽ ചെയ്യുന്നതാണ്, ഒരു 1 മന്തിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അവിടെ കാർഡ് അക്സെപ്റ്റിംഗ് ഒന്നുമില്ല, ലിക്വിഡ് ക്യാഷ് ഉണ്ടാവണം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിൽ ചെറുതായിട്ട് മഴയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ നേരത്തെ പോരേണ്ടി വന്നു. ബട്ട് എന്നിരുന്നാൽ പോലും ഞാൻ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തു. ഇത് റാത്തോസിന്റെ അടുത്താണ് ഞാൻ ബസ് വന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 to 4 മിനിറ്റ്സ് നടക്കാനുള്ളതേ ഉള്ളൂ. ഇതാണ് വൈനാഡ് സ്മാർട്ടിന്റെ ആ ഒരു എൻട്രൻസ്. ഈ വൈനാഡ് സ്മാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിൽ ജർമ്മനിൽ പറയുന്നതാണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്ക്രഞ്ചീസിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ ലൈക്ക് ഈ ക്രിസ്മസ് റിലേറ്റഡ് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കത്തി റേറ്റ് ആയിരുന്നു. കാര്യം ക്രിസ്മസ് മാർക്കറ്റിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നില്ല, കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഗ്ലൂവെയിൻ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയില്ല. ഞാൻ ജസ്റ്റ് അതെല്ലാം നോക്കി. നല്ല രസമായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. മഴയുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇത്ര നേരത്തെ പോയി വീഡിയോ എടുത്തത് എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇരുട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഇതേപോലെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒരു ഈവനിങ് ടൈമിൽ പോയി നോക്കി. ഇതൊരു 3:30 സമയത്ത് എടുത്ത വീഡിയോ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചെറുതായിട്ടൊക്കെ ഇരുട്ടി വരുന്നുണ്ട്. കാര്യം ഇവിടെ നേരത്തെ ആകുമ്പോഴേ ഇരുട്ടുന്നുണ്ട് ഇപ്പം ജർമ്മനിയിൽ. പിന്നെ സ്റ്റാർസിന്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ വന്ന് അവിടെ വന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ആൾക്കാരും എല്ലാ ഏജിലുള്ളവരും. ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ട്രഡീഷൻ പോലെയാണ് ഇവിടെ ജർമ്മനിയിൽ. നല്ല അടിപൊളിയായിട്ട് വന്ന് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് പോകുന്ന ആൾക്കാരെയാണ് ഇവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് Day 2 ഓഫ് ക്രിസ്മസ് സീരീസ് ആണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷൂ സെൻറ്റർ വരെ പോവുകയാണ്. ഞാൻ ജർമ്മനിയിൽ എത്തിയിട്ട് ഇതുവരെ അങ്ങനെ ഇവിടുത്തെ ആഹലിൻ്റെ ഷൂസ് ഒന്നും അങ്ങനെ അധികം ഒന്നും പോയി നോക്കിയിട്ടില്ല. ജസ്റ്റ് 1-2 വട്ടം മോളിലൊക്കെ പോയപ്പോൾ ജസ്റ്റ് വിസിറ്റ് ചെയ്തു എന്നല്ലാതെ ഷൂ സെൻറ്ററിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മുടെ ആഹലിൽ തന്നെയുള്ള ഒരു മെയിൻ ഒരു ഷൂ സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെ നല്ല ഡിഫറെൻറ്റ് പല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസിനും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം 50 to 60% ഓഫർ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഇന്നൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെയൊന്ന് പോവുകയാണ്. അപ്പം എനിക്കത് എന്തായാലും പോയില്ലേ, അപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാം. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ബസ് കയറിട്ടോ. ഡ്രസ്ഡെനർ സ്ട്രാസയിലാണ് ഇറങ്ങാനുള്ളത്. എൻ്റെ അവിടെ നിന്ന് ഒരു 8 സ്റ്റോപ്പ് ഉണ്ട്. നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പോകുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല മഴ ആയതുകൊണ്ട് പിന്നെ വെറുതെ ഫോൺ എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ബസ്സിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അവിടെ അങ്ങനെ ഇറങ്ങി സ്റ്റോപ്പിലെത്തി നടക്കുവാണ്. ഒരു ചെറുതായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് നടക്കാനുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഷൂ സെന്റർ. നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പുറമേ നോക്കിയപ്പോൾ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെന്റർ ആണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് സാധാരണ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഷൂ സെന്റർ അത്രേ തോന്നിയുള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പം നമ്മുടെ ലുലുമാള് പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. കിഡ്സിന്റെ ആണെങ്കിലും ജെൻസ്, ലേഡീസ്, അത് ഓരോ ഏജിലുള്ളവർക്ക് സെപ്പറേറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അടിപൊളിയാണ്. പാർട്ടി കളക്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നോർമൽ ആണെങ്കിലും റണ്ണിങ് വിയേഴ്സ് ആണെങ്കിലും വിന്റർ കളക്ഷൻസ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ഷൂസും അവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ഷൂസ് ആണ് അവിടെ ഉള്ളത്. എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാ ഷൂസിനാണെങ്കിലും 50 to 60% ഓഫർ ഉണ്ട്. പിന്നെ ഷൂ സെന്റർ ആണെന്ന് വെച്ചിട്ട് ഷൂസ് മാത്രമല്ല കേട്ടോ, ബാഗും അതുപോലെ നല്ല അടിപൊളി എന്താ പറയുക ബെൽറ്റിന്റെ കളക്ഷൻസും
സോക്സും അങ്ങനെയുള്ള എല്ലാ കളക്ഷൻസും അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാം നൈസായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫ് ഇത്രയും നല്ലൊരു ഷൂസിന്റെ ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല. നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ നിയർ ബൈ ഷൂ സെന്ററിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ ഓഫർ ഉണ്ടാവും. പക്ഷെ ക്രിസ്മസ് ടൈം ഓഫറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓഫറൊക്കെ നോക്കി അവിടെ നിന്ന് പതിയെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഡേ 3 ഓഫ് എപ്പിസോഡ് 2 ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കോഫ്ലാൻഡ് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. പക്ഷെ കോഫ്ലാൻഡിൻ്റെ അകത്ത് നല്ല റഷായിരിക്കാനാണ് സാധ്യത. കാര്യം ഇന്ന് ക്രിസ്മസിൻ്റെ ജസ്റ്റ് 2 days മുമ്പാണ്. അപ്പോൾ എല്ലാവരും പർച്ചേസിങ്ങിന് വരുന്ന ഒരു ദിവസമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 24th ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ മാക്സിമം 2 മണി വരെയൊക്കെ ഷോപ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ദിവസം മുമ്പേ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരും. അപ്പം ഞാൻ ജസ്റ്റ് ബസ് കയറി. എനിക്കിവിടെ നിന്നൊരു 3 to 4 സ്റ്റോപ്പാണ് കോഫ്ലാൻഡിലേക്കുള്ളത്. അപ്പം ഞാൻ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് എനിക്കൊരു 100 to 150 മീറ്റർ നടക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കോഫ്ലാൻഡിലോട്ട് കേട്ടോ. കോഫ്ലാൻഡ് ഇവിടുത്തെ അത്യാവശ്യം നല്ല വലിയൊരു ഷോറൂം പോലെ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ പ്രീമിയം ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഇതുപോലെ ട്രോളി എടുക്കണമെങ്കിൽ €1 ഇടണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ട്രോളി എടുക്കാൻ നിന്നില്ല. പകരം ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. അകത്ത് നല്ല തിക്കും തിരക്കും ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ സമയമായി. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.